ശ്രീതുവും ശരണ്യയും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ലൈവില്. ശരണ്യ അപ്പൊ ശ്രീതുവിനോട് ചോദിക്കും, നീ ഇവിടെ ട്രസ്റ്റ് ചെയ്യുന്ന ആരെയാണെന്നുള്ളത്. അപ്പൊ ശ്രീതു പറയും, ശരണ്യച്ചിനെ എനിക്ക് എന്തായാലും ട്രസ്റ്റ് ഉണ്ട്, പിന്നെ റസ്മിനെ എന്ന് പറയും, പിന്നെ അർജുനെ ഉണ്ട്, പക്ഷെ 100% ഉണ്ടോന്ന് അറിയില്ല ആ ലെവൽ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ശരണ്യ പറയും, അതാണ് എനിക്കും പറയാനുള്ളത്. പൂജ അപ്പൊ ശരണ്യോട് പറഞ്ഞിട്ടുണ്ടെന്ന്, അർജുൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, അർജുൻ പാവമൊന്നും അല്ല, ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാനൊന്നും കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് അപ്പൊ പൂജ പറഞ്ഞിട്ടുള്ളത്. പുറത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് പറയാൻ പറ്റില്ലെന്നും ഇത് ഞാനൊരു ഹിന്റായിട്ട് പറയുന്നതാണ്. അവന്റെ ക്യാരക്ടർ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ രീതിയിൽ ചേഞ്ച് ആയിട്ട് കാണുന്നു, നിങ്ങൾക്ക് പണി കിട്ടുന്നു, ഡിസ്റ്റൻസ് ഇട്ടോന്നൊക്കെയാണ് പൂജ പറഞ്ഞിട്ടുള്ളത്. പൂജ കൂടാതെ സിബിനും ഇത് ശരണ്യോട് പറഞ്ഞിട്ടുണ്ടെന്ന് ശരണ്യ ശ്രീതുവിനോട് പറയുകയുണ്ടായി. അപ്പൊ ശ്രീതു പറയുന്നുണ്ട്, സിബിൻ ഓൾറെഡി എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നും പൂജ പറഞ്ഞിട്ടില്ല എന്നുള്ളതും. ആ പൂജ ഞാനായിട്ട് കൂട്ടല്ലേ, അപ്പൊ പൂജ എന്നോട് അത് പറയുകയുണ്ടായി. അവന്റെ സ്വഭാവം ഇനി ചേഞ്ച് ചെയ്ത് നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെയാണ് പൂജ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശരണ്യ പറയുന്നുണ്ട്, ഇപ്പൊ അവൻ ഇന്നലെ ജാൻമണിയുടെ ഇതിൽ 9 എന്ന് പറഞ്ഞതും അത് മാത്രം അവൻ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ അങ്ങനെ നല്ലതാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ശരണ്യ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ക്യാരക്ടറിൽ മാറ്റമുണ്ടെന്നുള്ള രീതിയിൽ. അർജുൻ അങ്ങനെ നല്ലതൊന്നും അല്ല എന്നുള്ള രീതിയിൽ അപ്പൊ ശ്രീതു പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശരണ്യ പറയുന്നുണ്ട്, എനിക്ക് സിബിനെ ഒന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ല, നിന്നെ അവൻ അന്ന് കടിച്ചില്ലേ കയ്യിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവരുടെ കൂടെ ചുമ്മാ നിൽക്കുന്നതേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് കൂട്ടുകൂടി നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അവർ ടീമിന്റെ കൂടെ ആയി, ആ ഗ്രൂപ്പിലായി എന്നൊക്കെ ഉള്ള രീതിയിലാണ് അപ്സര വിചാരിച്ചിരിക്കുന്നത്, അൻസിബയുടെ ഒക്കെ കൂടെയാണെന്നുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ നിൽക്കുന്നതല്ല, അവരുടെ കാര്യങ്ങൾ അറിയാനും അവരെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അൻസിബയോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാലാണ് അൻസിബയ്ക്കൊക്കെ അപ്സരനെ പറ്റിയൊക്കെ ഉള്ള വ്യൂ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഡെൻ റൂമിലേക്ക് വരാത്തതെന്നും അത് മാത്രമല്ല അവർ നോമിനേഷനൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത് എന്നുള്ളതൊന്നും ശരണ്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ജിൻഡോ വരെ ശ്രീതുവിന്റെ പേരൊക്കെ പറഞ്ഞില്ലേ ക്യാപ്റ്റൻസിലെ, അപ്പൊ അതൊക്കെ അങ്ങനെ പ്ലാനിങ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീതു അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, പവർ ടീമിലൊക്കെ ഉള്ളവർ ഞാൻ ഓരോരുത്തർ ഏത് ഗ്രൂപ്പിലാണ് ഇടണേന്നും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാനൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. ശ്രീതുവിന് അതൊന്നും അത്ര താല്പര്യമായിട്ട് തോന്നുന്നില്ല. അർജുനും പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പൂജയും സിബിനും അപ്പൊ അർജുനെ ഇങ്ങനെ നെഗറ്റീവ് ആക്കാൻ നോക്കുന്നത്. അർജുന്റെ ക്യാരക്ടർ വളരെ മോശമാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുകയാണ് അവരവിടെ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.